നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരുന്ന കുംഭം 4 ഞായറാഴ്ച രാവിലെ 10-നും 11-നും ഇടയിലെ ഒരു ശുഭമുഹൂർത്തമുണ്ട്. അന്ന് അഷ്ടമിയും കാർത്തിക നക്ഷത്രമാണ്. വിവാഹത്തിന് ശുഭമാണ്. അതൊക്കെ നിശ്ചയിച്ചാലോ? ഇംഗ്ലീഷ് മാസം ഏതാണെന്ന് ഒന്ന് പറ പണിക്കരെ. അടുത്ത മാസം ഫെബ്രുവരി 17-ാം തീയതി ഞായറാഴ്ച. ഫെബ്രുവരി 17-ഓ? അത്രയും വൈകാൻ പറ്റില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും നല്ല മുഹൂർത്തം ഉണ്ടോന്ന് ഒന്ന് നോക്ക് പണിക്കരെ. അടുത്ത ദിവസം എന്ന് പറയുമ്പോ നാളെയോ മറ്റന്നാളോ ആയാലും കുഴപ്പമില്ല. നാളെ മറ്റന്നാളോ? ഇതൊരു കല്യാണമല്ലേ? ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒരു കല്യാണം നടത്തുന്നത്? അതൊന്നും ഓർത്ത് പണിക്കര് ടെൻഷൻ അടിക്കണ്ട. കല്യാണം നടത്തുന്ന കാര്യങ്ങള് ഞങ്ങൾ നോക്കിക്കോളാം. ഏറ്റവും അടുത്ത ദിവസമുള്ള ഒരു നല്ല മുഹൂർത്തം നോക്കി പണിക്കര് പറ. മറ്റന്നാൾ മകര 8, മകയിര നക്ഷത്രം, അതായത് ജനുവരി 22-ാം തീയതി. അന്നൊരു ശുഭമുഹൂർത്തമുണ്ട്. ആ തീയതി കുറിക്കട്ടെ? അത് മതി പണിക്കരെ, ആ തീയതി നിശ്ചയിച്ചോളൂ. വരന്റെ അമ്മ ഈ കുറിപ്പടി വാങ്ങിച്ചോളൂ. ഇത് യഥാവിധി വധുവിന്റെ വീട്ടുകാർക്ക് കൈമാറുക. അതാണ് അതിന്റെ ഒരു നാട്ടു നടപ്പ്. ശരി, അങ്ങനെ ആയിക്കോട്ടെ പണിക്കരെ. ആഹാ, മധുരം കൊണ്ടാണല്ലോ വരവ്. എന്താ മോളെ വിശേഷം? ഈശ്വര, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് തന്നെയാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? അയ്യോ അമ്മേ, വേറൊന്നും അല്ലമ്മേ. വീട്ടില് ചെറിയൊരു വിശേഷം, അത്രേ ഉള്ളൂ. എന്താ മോളെ? എന്റെ അനിയത്തി നന്ദിതയുടെ വിവാഹം നിശ്ചയിച്ചു. ആണോ? നല്ല കാര്യം. ആരാ ചെക്കൻ? അവള് അന്നൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയായിരുന്നല്ലോ. അതിന്റെ പേരില് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ എല്ലാവരും ഒരുപാട് വിഷമിച്ചു. അതല്ല ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തെറ്റുകൾ പറ്റാത്തവരായി ലോകത്ത് ആരുണ്ട് മോളെ? സാരമില്ല. എന്തായാലും അവള് മറ്റൊരു ബന്ധത്തിന് സമ്മതിച്ചല്ലോ. ഇനിയിപ്പോ കഴിഞ്ഞതൊക്കെ മറന്ന് ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ അവളോട് പറയണം. അല്ല മാം, അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഗിരിയുടെ അനിയൻ നിതീഷ് തന്നെയാ. അല്ല, അവൻ കാരണാണല്ലോ നന്ദുവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഒടുവിൽ നിതീഷ് വന്ന് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അവളെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായപ്പോ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അതോടെ വലിയൊരു മാനക്കേടി നിന്നാ എന്റെ അനിയത്തിയും ഞങ്ങളുടെ കുടുംബവും രക്ഷപ്പെട്ടത്. കല്യാണം എന്ന് പറഞ്ഞാൽ വലിയ ആർഭാടായിട്ടൊന്നും ഇല്ല കേട്ടോ. അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട്, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പം നോക്കിയത് തൽക്കാലത്തേക്കുള്ള അന്തസ്സും അഭിമാനവും മാത്രമാ. പക്ഷേ ഈ വിവാഹം നടന്ന അതോടെ ആ പെങ്കുച്ചിന്റെ ഭാവി ജീവിതം തകർന്നൊന്ന് കൂട്ടിയാ മതി. ഇത് നന്നാവില്ല സുമി മോളെ, ഒരിക്കലും നന്നാവില്ല. ഇവന്റെ അച്ഛന്റെ ചോരെ പിറന്നാണെങ്കിലും അനുരാധയുടെ മോനല്ലേ അവൻ. അവളുടെ സ്വഭാവം അവന് കിട്ടാതിരിക്കുവോ? അവര് നിന്റെ അച്ഛനോട് ചെയ്ത ദ്രോഹം ഓർത്തിട്ടെങ്കിലും നീ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അമ്മേ, ഒരു പെൺകുട്ടിയുടെ ഭാവി അത് മാത്രമേ നോക്കിയുള്ളൂ. കല്യാണം കഴിഞ്ഞാലും അവൻ അവന്റെ തനി സ്വഭാവം പുറത്തെടുക്കില്ലെന്ന് ആര് കണ്ടു? നിന്റെ അനിയത്തെ ചതിച്ച് അവനെ പിടിച്ച് ജയിലിൽ അടക്കിയായിരുന്നു വേണ്ടത്. അത്രയ്ക്ക് വലിയ ദ്രോഹം അവൻ ചെയ്തത്. അമ്മേ,
എല്ലാം ഏകദേശം തീരുമാനിച്ച അവസ്ഥയിലാ. ഇനി അമ്മയായിട്ടൊന്നും പറയാനാണെങ്കിലേ എനിക്ക് ഒരുപാടുണ്ട്. പക്ഷേ ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒന്നും നിങ്ങൾക്കാർക്കും ഇപ്പൊ മനസ്സിലാവില്ല. പണിക്കര് നോക്കി തന്ന മുഹൂർത്തം ഇത് പെണ്ണിന്റെ വീട്ടുകാരെ ഏൽപ്പിക്കണം. അതാണ് പോലും നാട്ടു നടപ്പ്. എനിക്കിനി ഇതും പൊക്കിപ്പിടിച്ച് നിന്റെ വീട്ടിൽ ചെന്ന് കയറാനൊന്നും വയ്യ. പെൺവീട്ടുകാരിൽ ഒരുത്തി ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ അങ്ങ് കൊടുത്തിരുന്നാ മതി. ഇപ്പൊ നീ ചിന്തിച്ച എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ ഇനി ആലോചിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു കഥയും ഇല്ലാത്ത കാര്യമാ സുന്ദ. ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചു. നിന്റെ അനിയത്തിക്ക് ഈ കുടുംബത്തിന്റെ മരുമകൾ എന്ന സ്ഥാനം നേടിക്കൊടുക്കാൻ ഞാനായിട്ട് മുൻകൈ എടുത്തു കഴിഞ്ഞു. അതവള് ഒട്ടും അർഹിക്കുന്നില്ലെങ്കിൽ തന്നെയും. അർഹത എന്ന വാക്ക് മറ്റാര് പറഞ്ഞാലും നിങ്ങൾ പറയരുത്. അത് ഉച്ചരിക്കാനുള്ള അർഹത പോലും നിങ്ങൾക്കില്ല. ഈ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരുമല്ല. നിങ്ങളുടെ തനി നിറം എന്താണെന്നും അത് എത്ര വൃത്തികെട്ടതാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. കിരീട അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ ചെയ്ത ക്രൂരതയും അത് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത തരംതാണ പ്രവൃത്തികളും എല്ലാം മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം പോലും നിന്റെ വായിന്ന് വീഴരുത്. എന്റെ പൂർവ്വകാലം എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് നീ ചെയ്യേണ്ട. അതെല്ലാം പിന്നിൽ കുഴിച്ചുമൂടി എത്തേണ്ട അടുത്ത് ഞാനും മക്കളും എത്തിക്കഴിഞ്ഞു. മുന്നോട്ടുള്ള ജീവിതം മാത്രമേ ഇനി എനിക്ക് ലക്ഷ്യമുള്ളൂ. അത് വീണ്ടും കൈവിട്ടു പോവാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും, എന്തും. ഇന്നലെ രാത്രി നിന്നോട് പറഞ്ഞ തന്നെ എനിക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളൂ. ആവശ്യം ഇപ്പോ നിന്റേത് കൂടിയാ. എന്റെയും എന്റെ മക്കളുടെയും ജീവിതം നന്നായാലേ നിന്റെ അനിയത്തിക്കൊരു ജീവിതമുള്ളൂ. എന്റെ സമാധാനം കെടുത്താതിരുന്നാൽ മാത്രമേ നിന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അതും മറക്കണ്ട. കാലമെന്ന ഒന്നുണ്ട്, എല്ലാത്തിനും സാക്ഷി. അത് മറക്കാതിരിക്കേണ്ടത് നിങ്ങളാ. അത് നീ എനിക്ക് വിട്ടേക്ക്. എന്തായാലും നിന്റെ ഭാഗത്തു നിന്ന് അബദ്ധങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതി. ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. അതിബുദ്ധിക്കാരിയാ നീ. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം നീ കാണിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.